എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ടൂട്ടി ഫ്രൂട്ടി അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തിട്ടെടുക്കാൻ പറ്റും. നമ്മുടെയൊക്കെ വീടുകളിലുള്ള പപ്പായ വെച്ചിട്ട് വളരെ ചിലവ് കുറഞ്ഞ് നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ടും അതുപോലെ തന്നെ ഐസ്ക്രീമിലും ബ്രെഡിലും ബണ്ണിലും ഒക്കെ ഇടുന്ന ഈ ഒരു ടൂട്ടി ഫ്രൂട്ടി വീട്ടിൽ തന്നെ ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ പപ്പായ അഥവാ കപ്പളങ്ങ ആണ്. ഞാനിപ്പോൾ ഇവിടെ 750 ഗ്രാം, അതായത് ഒരു 3/4 കിലോ വരുന്ന പപ്പായാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചപ്പപ്പായ എടുക്കുമ്പോൾ നല്ല വിളഞ്ഞ പപ്പായ തന്നെ നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പൊട്ട് പരുവത്തിലുള്ള എടുക്കരുത്, നല്ല വിളഞ്ഞത് തന്നെ നോക്കിയിട്ട് എടുക്കുക. ഇനി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഉള്ളിലെ കുരുവും കളഞ്ഞ് ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ കിട്ടുന്ന ഒരു വലിപ്പത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിൽ വേണം കേട്ടോ നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ല, ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ഇതിൽ നമ്മൾ ഒരുപാടങ്ങ് വലുതാക്കാൻ വേണ്ട, അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ചെറുതാക്കാൻ വേണ്ട. ഒരുപാടങ്ങ് ചെറുതാക്കിയാൽ നമ്മളിത് വേവിച്ചിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് തീരെ അങ്ങ് ചെറുതായി പോവും. അപ്പോൾ ഇതുണ്ടല്ലോ ഈ ഒരു വലുപ്പത്തിൽ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ ഞാൻ ഒരു 6-7 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ എല്ലാം തന്നെ ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ഞാനൊരു കപ്പ് അളവിലും കൊണ്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. കറക്റ്റ് 250 ml ഒരു കപ്പിൽ 4 കപ്പ് അളവിൽ പപ്പായ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5-6 മിനിറ്റ് ഇതുപോലെ നമ്മൾ മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. പപ്പായ അത്യാവശ്യം വേകണം, എന്നാൽ ഒരുപാടങ്ങ് വെന്തങ്ങ് സോഫ്റ്റായി പോകരുത്. കറക്റ്റ് അതിൻ്റെ ഒരു ടെക്സ്ചർ അങ്ങനെ തന്നെ ഇരിക്കണം, എന്നാൽ വേഗം വേണം. ആ ഒരു പരുവത്തിന് വേണം കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് മാത്രം ഇതുപോലെ നമ്മളൊന്ന് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു 6 മിനിറ്റ് നമ്മൾ ഇതിലൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒരു പപ്പായ ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്കൊരു 1.5 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ ഒരു പഞ്ചസാരയൊക്കെ ഒരു വെള്ളത്തിൽ കിടന്ന് അലിഞ്ഞ് ഇതൊന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ ഇതുണ്ടല്ലോ ഇതുപോലെ ചെറുതായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പപ്പായ എല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് സമയം ഈ ഒരു പഞ്ചസാരയിലിട്ട് വേണം ഈ ഒരു പപ്പായ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പഞ്ചസാര ലൈനിൽ കടന്നിട്ട് ഇതൊരു ഒറ്റനൂൽ പരുവായിട്ട് നമുക്ക് കിട്ടണം. ആ ഒരു കറക്റ്റ് പാകം എത്തുന്ന വരെ തന്നെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. എങ്കിൽ ആ ഒരു പപ്പായൊക്കെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് അത്യാവശ്യം വെള്ളമുണ്ട്. ഈ ഒരു പഞ്ചസാര ലൈനി അത്യാവശ്യം നന്നായിട്ട് വറ്റി വരും. ആ ഒരു വറ്റി വരുന്ന ഒരു സമയത്ത് മാത്രമേ ഒരു ഒറ്റനൂൽ പരുവായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ കറക്റ്റ് നമ്മളൊരു ഒറ്റനൂൽ പരുവാക്കിയിട്ട് എടുക്കുക. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുണ്ടല്ലോ ഏകദേശം നന്നായിട്ട് തന്നെ ഒരു പഞ്ചസാര ലൈനി ഇതിൽ കിടന്നൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പപ്പായ ആണെങ്കിലും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പഞ്ചസാര ലൈനി എടുത്തിട്ട് ഇതിലൊന്ന് നോക്കുക ഒരു ഒറ്റനൂൽ പരുവായിട്ടുണ്ടോ എന്ന്. ഇതിപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് ഒരു ഒറ്റനൂൽ പരുവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവായിട്ട് വരുമ്പോഴാണ് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഒരു 4 പാത്രം ഇതുപോലെ എടുത്ത് വെക്കുക. ഈ ഒരു പാത്രത്തിലേക്ക് ഏകദേശം ഒരേ അളവിൽ നമുക്കൊരു 4 പകർത്ത് കൊടുക്കാം. ഇതുണ്ടല്ലോ ഇതുപോലെ 4 പാത്രത്തിലായിട്ട് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതുപോലെ കുറച്ചൊരു പഞ്ചസാര ലൈനി വരുമല്ലോ, അത് ഇതുപോലെ എല്ലാത്തിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയാണ് നമുക്കിതിലേക്ക് കറക്റ്റ് നമുക്കൊരു കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന പല കളറിലുള്ള ഒരു ടൂട്ടി ഫ്രൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ കളറുകളാണ് നമുക്കിതിലേക്ക് വേണ്ടത് ആ ഒരു ഫുഡ് കളറൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് കറക്റ്റ് നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ ഗ്രീനും ഓറഞ്ചും അതുപോലെ തന്നെ മഞ്ഞയും റെഡും കളറാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതുണ്ടല്ലോ ആദ്യം ഞാനിതിലേക്ക് ഒരു ഓറഞ്ച് ഫുഡ് കളർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഫുഡ് കളർ ഒരുപാടങ്ങ് കൂടിയും പോകരുത്, ഇതുപോലെ കുറച്ച് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിൽ ഞാനൊരു ഗ്രീൻ കളർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ കളറും കൂടെ കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിലൊരു മഞ്ഞ കളർ കൊടുക്കുകയാണ്. അപ്പോൾ മഞ്ഞ കളറും കൂടെ കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതിലൊരു റെഡ് കളറാണ് കൊടുക്കുന്നത്. റെഡ് കളറും ഇതിൽ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാത്തിലും തന്നെ ഒരു കളറുകൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൂട്ടി ഫ്രൂട്ടിക്ക്
നമ്മൾ വെറുതെ കഴിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഇല്ലേ, ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ വാനില എസൻസ് ആണ് കേട്ടോ. വാനില എസൻസ് ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിലൊക്കെ കുറവ് ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ കുറച്ച് വാനില എസൻസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുണ്ടല്ലോ വാനില എസൻസ് ഒരു 4 എണ്ണത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം തന്നെ ഒരു 1/2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ ഒരു 1/2 മണിക്കൂറോളം ഇതുപോലെ ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു പഞ്ചസാര ലൈന് നമുക്ക് ബാക്കിയുള്ളതൊന്ന് ഊറ്റിക്കളയണം. അതിനായിട്ട് ഇതിലൊരു അരിപ്പ തവിയിലേക്ക് ഓരോന്നായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ബാക്കിയുള്ള ഒരു പഞ്ചസാര ലൈന് ഇതിൽ ഫുള്ളായിട്ടൊന്ന് കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ബാക്കി ഉണ്ടായിരുന്ന ഒരു പഞ്ചസാര ലൈന് ഇതുപോലെ നമ്മളൊന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ഇനി ഇതുപോലൊരു പാത്രത്തിലൊരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഈ ഒരു പാത്രത്തിൽ ഇതുപോലെ നമുക്കൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാം തന്നെ ഒന്ന് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ആ ഒരു പഞ്ചസാര ലൈന് നന്നായിട്ടൊന്ന് കളഞ്ഞിട്ടെടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുക ഒരു പാത്രത്തിൽ. അങ്ങനെ 4 എണ്ണം ഇതുപോലെ ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലൊക്കെ ഒരു പഞ്ചസാര ലൈനുകളുടെ ഒരു ഒട്ടലുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമ്മൾ കുറച്ച് സമയം ഒന്ന് പുറത്ത് വെക്കുക. പുറത്താണ് വെക്കുന്നതെങ്കിൽ ഒരുപാട് സമയം അങ്ങ് വെക്കരുത്. ഒരുപാടങ്ങ് ഉണങ്ങി അങ്ങ് പോകരുത് നമ്മൾ പുറത്ത് വെക്കുന്ന സമയത്ത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കറക്റ്റ് നമുക്കറിയില്ല, നമുക്കൊരു പുറത്തുനിന്നൊക്കെ കിട്ടുന്ന ഒരു ടൂട്ടി ഫ്രൂട്ടി ആ ഒരു കറക്റ്റ് പാകമായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പുറത്താണ് വെക്കുന്നതെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ എടുക്കേണ്ടതാണ്. ഇനി പുറത്തൊന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ വീടിനുള്ളിൽ തന്നെ വെക്കുകയാണെങ്കിലും നന്നായിട്ട് നമുക്കിന്ന് ഡ്രൈ ആയി കിട്ടും. ഫാനിൻ്റെ താഴെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുണ്ടല്ലോ ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഒരുപാടങ്ങ് ഉണങ്ങി അങ്ങ് പോകരുത് നമ്മൾ പുറത്തൊക്കെ വെക്കുകയാണെങ്കിൽ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാം കൂടി മിക്സ് ആക്കാതെ ഓരോ കളറിലായിട്ട് തന്നെ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എല്ലാം തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഇട്ടൊന്ന് സൂക്ഷിച്ചാൽ മതി. ഇതുപോലെ നമുക്ക് ഡ്രൈ ആയി കിട്ടിയാൽ പിന്നെ നമ്മൾ ഒരുപാട് സമയത്ത് പുറത്ത് വെക്കാൻ പാടില്ല. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലിട്ട് വേണം ഇത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഒരുവിധം എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് പപ്പായ. പപ്പായ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ടൂട്ടി ഫ്രൂട്ടി വീട്ടിൽ തന്നെ ചെയ്തിട്ടെടുക്കാവുന്നേ ഉള്ളൂ. ഒരുപാട് ചിലവൊന്നും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും. പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കാനായിട്ടും അതുപോലെ തന്നെ മറ്റു ടൂട്ടി ഫ്രൂട്ടി ഒക്കെ വെച്ചിട്ടുള്ള കേക്കുകളും സ്വീറ്റ്സുകളും, അതായത് ദിൽകുഷ് ഒക്കെ പോലുള്ള സ്വീറ്റ്സുകൾ റെഡിയാക്കാനായിട്ടും ഐസ്ക്രീമിലും ബ്രെഡിലും ബണ്ണിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ടൂട്ടി ഫ്രൂട്ടി ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ടൂട്ടി ഫ്രൂട്ടി വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.